കൺഫ്യൂഷന് വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഞാൻ 2020 നവംബർ മാസം തൊട്ടിട്ട് പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ജോലി ചെയ്ത് വരികയാണ്. എൻ്റെ രണ്ട് കാലങ്ങളായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. 2020 നവംബർ മുതൽ 2025 ഏപ്രിൽ മാസം വരെ ഉള്ള എൻ്റെ ഒരു കാലയളവ് എന്ന് വെച്ചാൽ, ആ ഒരു കാലയളവിനുള്ളിൽ എനിക്കൊരു 83 കൺവിക്ഷൻസ് എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചൈൽഡ് ഫ്രണ്ട്ലി പ്രൊസീജിയേഴ്സ് ആണ്, ചൈൽഡ് ഫ്രണ്ട്ലി കോടതികളായിരിക്കും. അതുപോലെ തന്നെ അവിടുത്തെ പ്രിസൈഡിങ് ഓഫീസേഴ്സും അതേപോലെ വളരെയധികം ഒരു സെൻസ് ഓഫ് ജസ്റ്റിസ്, അതുപോലെ തന്നെ കുട്ടികളുടെ സൈക്കോളജി എല്ലാം അറിയുന്ന 2 ജുഡീഷ്യൽ ഓഫീസേഴ്സ് ആയിരുന്നു ആ ഒരു കാലയളവിൽ എനിക്ക് ഉണ്ടായിരുന്നത്. അതിനുശേഷം ആ ഒരു കാലയളവിൽ എനിക്ക് കൺഫ്രണ്ട് ചെയ്യേണ്ടി വന്നിരുന്നത് തുടക്കത്തിൽ ഡിഫൻസ് ലോയേഴ്സ് മാത്രമായിരുന്നെങ്കിൽ, പിന്നീടുള്ളൊരു കാലത്ത് ഈ ചൈൽഡ് സപ്പോർട്ട് സിസ്റ്റത്തിലുള്ള ചില ആൾക്കാരെ നമ്മൾക്ക് എടുത്തു പറയേണ്ടി വരികയും അവർക്കെതിരെ പരാതി കൊടുക്കേണ്ടി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ പൊതുവെ നമുക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ടാണ് ആ കാലയളവിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ കൂടി ഒരു ഒരു കേസ് ഞാൻ എടുത്ത് പറയുന്നത്, അതിൽ ഉണ്ടായൊരു വീഴ്ച എന്ന് പറയുന്നത്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടിയുടെ FIS എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവുന്നതാണെങ്കിൽ നമ്മൾ ആദ്യം കൊടുക്കുന്ന മൊഴിയാണ്. അത് വളരെ എവിഡൻസിൽ വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് മുക്കുകയാണ്. അത് കോടതിയെ സംബന്ധിച്ചിടത്തോളം വളരെ വാല്യൂള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അപ്പോൾ അത്തരത്തിലൊരു കേസ് എനിക്ക് കൈകാര്യം ചെയ്ത് അത് ഏത് സ്റ്റേജിലാണ് എനിക്ക് എത്തിപ്പെടുന്നത്, കോടതിക്കെതിരെ പരാതി ആ കുട്ടികളുടെ വീട്ടുകാർ കൊടുക്കുന്നത് വഴി ജഡ്ജസിനെ മാറ്റില്ലല്ലോ, പിന്നെ പ്രോസിക്യൂട്ടറിനെ മാറ്റി അത് ഏത് സ്റ്റേജിൽ എനിക്ക് ആ കേസ് ഏറ്റെടുക്കേണ്ടി വരികയാണ്. പക്ഷേ ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് കേസ് പഠിച്ചതിനനുസരിച്ച് നമ്മൾ ഇന്ന ഉദ്യോഗസ്ഥന്റെ വീഴ്ചയെ പറ്റി അത് അറിയിക്കേണ്ട ഇടങ്ങളിൽ ഞാൻ അതിനെ അറിയിച്ച് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ഇപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ അതിൻ്റെ നടപടികൾ, അതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഉണ്ട്. ഇപ്പോൾ ഞാൻ 2 ഭാഗങ്ങളായിട്ടാണ് എൻ്റെ ഒരു പ്രോസിക്യൂട്ടർ ടേം എന്ന് പറയുന്നത്. 2025 മെയ്ക്ക് ശേഷം അതുവരെയുള്ള എൻ്റെ ഒരു കാലം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര എന്താ പറയുക, കോൺഫിഡൻസ്, ഭയങ്കര ധൈര്യം ഒക്കെ തന്ന ഒരു അനുഭവമാണ് ആ ഒരു 4 വർഷം ഉണ്ടായിരുന്നത്. പക്ഷേ 2025 മെയ്ക്ക് ശേഷം നമ്മുടെ ഓഫീസേഴ്സ് മാറുകയും അതിനുശേഷമുള്ള കാലം എന്ന് പറയുമ്പോൾ നമുക്കറിയുമ്പോൾ പൊതുവിൽ അക്യൂസ്ഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനോടൊതുങ്ങുന്ന വിധത്തിൽ നമ്മുടെ ഓഫീസേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള സമീപനങ്ങൾ, ചില പരാമർശങ്ങൾ, അത്തരത്തിലുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത്, നമ്മൾ ഈ കുട്ടികളും ഞാൻ പറയുന്ന പോക്സോ കേസുകളാണ്, പ്രോസിക്യൂഷൻ നേരിടുന്ന വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് വ്യാപകമായിട്ടുള്ളൊരു പ്രചരണമുണ്ട്, വളരെ തെറ്റായിട്ടുള്ളൊരു പ്രചരണം. അതായത് പോക്സോ കേസുകളെല്ലാം തന്നെ കള്ളക്കേസുകളാണ് എന്ന് പറയുന്നൊരു പ്രചരണം ശക്തമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അത് ഞാൻ എപ്പോഴും അതിന് എവിടെ ഞാനത് കേട്ടാലും ഓപ്പൺലി ഞാൻ അതിനെ എതിർക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. കാരണം ഒരു അടിസ്ഥാനം ഇല്ലാണ്ട്, ഒരു ഡാറ്റ ഇല്ലാണ്ട് വെറുതെ അടിച്ചു വിടുന്ന ഒരു പ്രചാരണമാണത്. നമ്മൾ സെറ്റിൽമെന്റ്, അതായത് അത് പറയുന്ന ആൾക്കാരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതും കൂടെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ പോക്സോ കേസുകൾ എന്ന് പറയുമ്പം ഒരു ഹ്യൂജ് ബിസിനസ്സാണ്. ലക്ഷക്കണക്കിന് പൈസ ഇൻവോൾവ് ചെയ്യുന്ന ഒരു കച്ചവടം പോലെയാണ് പോക്സോ കേസുകൾ. അത് സെറ്റിൽമെന്റിലേക്ക് എത്തിക്കുക എന്നുള്ളത്. കാരണം ശിക്ഷ നല്ല കടുത്ത ശിക്ഷ ആയതുകൊണ്ട് തന്നെ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത എന്ന് പറയുന്നത് സെറ്റിൽമെന്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആദ്യ കാലങ്ങളിൽ ഞാൻ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികളോടും അല്ലെങ്കിൽ വീട്ടുകാരോടും ഇവർ പറയും ഒരുപാട് സമയം എടുക്കും, നിങ്ങളുടെ ജീവിതം പോവും, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം പോവും, കുട്ടികളുടെ ഭാവി പോവും, ഒരുപാട് കാലം കഴിയും, കേസ് കോടതിയൊക്കെ നിങ്ങൾ കയറിയത് നടക്കേണ്ടി വരും. പിന്നെ രണ്ടാമതുണ്ടായിരുന്നൊരു പറച്ചിൽ എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പൈസ ചെലവാകുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ 2 കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരുവിധം
കൃത്യമായിട്ട് നിയമത്തിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ കോടതി എന്താണെന്നോ അറിയാത്ത ആൾക്കാർ അതിൽ പെട്ടുപോകും. അപ്പൊ അവര് അത്തരത്തിലുള്ള സെറ്റിൽമെന്റിലേക്ക് അവർ നമ്മളെത്തിക്ക് അവർ എത്തുന്നതിന് മുമ്പ് തന്നെ അവർ ആ സെറ്റിൽമെന്റിലേക്ക് എത്തിപ്പോയിട്ടുണ്ടാവും. പിന്നീട് ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് ആണ്. അതായത് പ്രതികളുടെ വീട്ടുകാർ മുഴുവനും പിന്നെ കുട്ടിയുടെ അല്ലെങ്കിൽ വീട്ടുകാരുടെ ഒക്കെ അടുത്ത് പോയിട്ട് കരച്ചിലും പറച്ചിലും എനിക്ക് അങ്ങനെ ക്യാൻസറസ് ആയിട്ടുള്ള അമ്മയുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല, ഈ രീതിയിലുള്ള ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ്. പിന്നെ ഏത് രീതിയിലാണോ കുട്ടികളും വീട്ടുകാരും വൾനറബിൾ ആയിട്ടുള്ള പലരും സാമ്പത്തികമായിട്ട് വളരെ കഷ്ടപ്പെട്ട അവസ്ഥയിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവര് ചോദിക്കുന്ന കാശ് 10 ഏക്കർ അല്ലെങ്കിൽ 10 ഏക്കർ അല്ലെങ്കിൽ 10 ലക്ഷം ആ രീതിയിൽ അവരിലേക്ക് അടുപ്പിച്ച് കേസുകൾ ഒത്തുതീർപ്പാക്കുന്ന പ്രവണതകൾ തുടക്കത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിൽ നമ്മൾ ഒരുപാട് സമയം എടുക്കും. കാരണം ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ വന്നത് സ്പീഡി ഡിസ്പോസലിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത്തരത്തില് കേസുകൾ ഒരുപാട് കാലതാമസം ഉണ്ടാക്കില്ല എന്നുള്ള കാര്യം നമ്മൾ അവരെ ബോധ്യപ്പെടുത്തിയിട്ടും അതുപോലെ കാശ് 5 പൈസ ചെലവില്ല, വന്ന് പോകുന്ന ചെലവും അതല്ലെങ്കിൽ ഭക്ഷണത്തിന് അത് പലപ്പോഴും എന്തെങ്കിലും അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിനെ ഹെൽപ്പ് ചെയ്യാറില്ല. അപ്പൊ അത് രണ്ടും നമ്മൾ ആ ഒരു ധാരണ, തെറ്റായിട്ടുള്ള അങ്ങനത്തെ ഒരു ധാരണ നമ്മൾ കുറെ മാറ്റിയെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കണ്ടസ്റ്റിംഗ് മാറ്റേഴ്സ് കൂടിയിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ നമുക്ക് സെറ്റിൽ മാറ്റേഴ്സ് ആണ് അധികം എല്ലാവരും സെറ്റിൽ ചെയ്തിട്ട് വരും. അപ്പോഴും ഞാൻ ഈ കുട്ടികളോട് പലപ്പോഴും നമ്മുടെ ഒരു ഫെയിലർ അല്ലെങ്കിൽ ചൈൽഡ് സപ്പോർട്ട് സിസ്റ്റംസ് ഇതൊരു സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ കുട്ടികൾക്ക് വേണ്ടി തീരുമാനം എടുക്കുന്നത് ഇതിലൊക്കെയുള്ള മുതിർന്നവരാണ്. പിന്നെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ് ഇത്, അതായത് ആൺകുട്ടികൾ കൃത്യമായിട്ട് കാര്യങ്ങൾ എന്താ നടന്നത്, ആൺകുട്ടികൾ കൃത്യമായിട്ട് കാര്യങ്ങൾ എന്താ നടന്നത് ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ കുട്ടികളെയൊക്കെ തന്നെ മുൻകൂട്ടി കാണും. നമ്മൾ അവരെ കാണുകയും സംസാരിക്കുകയും അവരായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു, അതിപ്പം കുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും എൻ്റെ കോടതിയിൽ റേപ്പ് കേസസ് ഉണ്ടാകാറുണ്ട്. നമ്മൾ അവരുമായിട്ടൊരു ഫ്രണ്ട്ലി ടേംസിലാണ് നമ്മൾ പോവാറ്. അവർക്ക് അതേപോലെ തന്നെ കോടതിയുടെ ഉള്ളിൽ ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. കോർട്ട് ഹോള്, പ്രതി നിൽക്കുന്ന സ്ഥലവും അവരിയ്ക്കേണ്ട സ്ഥലവും ജഡ്ജസ് പിന്നെ ആരൊക്കെ ഉണ്ടാവും, ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിരിക്കും ഓഫ്കോഴ്സ്. അപ്പം ആ കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് അത് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. വളരെ അടുപ്പത്തിൽ ആ കുട്ടിയോടും അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിലും നമ്മൾ ആ ഒരു ഫ്രണ്ട്ലി ടേംസ് ഉണ്ടാക്കി വെക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ കുട്ടികളോടും സ്ത്രീകളോടും പറഞ്ഞു, നിങ്ങൾ ഉള്ളത് പറഞ്ഞാൽ മതി, നമ്മൾ കൂട്ടി പറയുക അല്ലെങ്കിൽ ഇല്ലാത്തത് പറയുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ സത്യമായിട്ട് പറഞ്ഞാൽ മതി. ആ ഒരു രീതിയിൽ നമ്മൾ അവരെ ഒന്ന് എക്യുപ്പ് ചെയ്ത് എടുക്കുമ്പോൾ അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. അവർക്കാണെങ്കിൽ കോടതിയിൽ വരുമ്പം ഒരു പരിഭ്രമോ പേടിയോ ഒന്നുമില്ലാതെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ കഴിയും. കാരണം പലപ്പോഴും ഈ കോടതികളിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കോടതിയുടെ പുറത്തുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. പക്ഷെ കോടതിയുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. കാരണം അവിടെ നമ്മൾക്ക് ഒരു കാലത്തും അല്ലെങ്കിൽ ഒരു വിധത്തിലും നമ്മൾ മനസാന്നിധ്യം നഷ്ടപ്പെടാതെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾക്കെതിരെ നടന്ന കാര്യങ്ങൾ പറയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പം അതിന് നമ്മൾക്ക് ധൈര്യം ആ സമയത്ത് നമുക്ക് പേടിച്ചാൽ നമുക്ക് പലതും പറയാൻ വിട്ടുപോകും. അതൊക്കെ പിന്നെ ഒമിഷൻസ് ആവും. പിന്നെ അതൊക്കെ ഈ കോടതി എക്വിറ്റലിലേക്ക് അതൊക്കെ കാരണമാവാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഈ സെറ്റിൽമെൻറ്റ് എന്നുള്ള ഒരു ആസ്പെക്റ്റ് നമ്മൾ കഴിഞ്ഞ ഒരു 10-11 മാസമായിട്ട് സെറ്റിൽമെൻറ്റിനെ ഇൻഡയറക്ട്ലി പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ കോടതിയിൽ, അതായത് ആദ്യം തന്നെ ഫസ്റ്റ് അപ്പിയറൻസ് ഓഫ് ദ അക്യൂസ്ഡിൻ്റെ സമയത്ത് തന്നെ കേസൊക്കെ സെറ്റിൽഡ് ആണോ എന്നുള്ളൊരു ചോദ്യം, അത് അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. മാത്രമല്ല അതൊരു റോങ് മെസ്സേജ്, അതായത് പ്രതിക്ക് ഒരു തോന്നലുണ്ടാക്കും, ഇത് ഇത്രയേ ഉള്ളൂ, ആ രീതിയിലുള്ള ചോദ്യം അത് ഡിസ്കറേജ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ പോക്സോ കേസുകളിൽ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള പണിഷ്മെൻറ്റാണ്, സെൻറ്റൻസാണ്, എന്തൊരു ശിക്ഷയാണ് എന്നൊക്കെ ഓപ്പൺ കോർട്ടിലുള്ള കമൻസ്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഡിസ്കറേജിങ്, നമുക്ക് ഡിമോറലൈസിങ്. നമുക്ക് അത് ഓപ്പൺ കോർട്ടിൽ നമുക്കതിനെ എതിർക്കാം, നമുക്കതിനെ തിരിച്ച് നമ്മളും അതേ രീതിയിൽ റിപ്ലൈ ചെയ്യും. പക്ഷേ എൻ്റെ കൺസേൺ മുഴുവൻ ഇത് കേൾക്കാൻ വരുന്ന ആ കോടതിയിൽ ഉണ്ടാവുന്ന സാക്ഷികളുടെ അല്ലെങ്കിൽ അവരുടെ അടുത്ത ആൾക്കാരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രവണത എൻ്റെ കഴിഞ്ഞൊരു 10-25 വർഷത്തിലേറെ കാലമായിട്ട് ഞാൻ ഈ ഒരു അഭിഭാഷക വൃത്തിയിലുണ്ട്. പക്ഷേ അതിലുള്ള ഏറ്റവും സമീപകാലത്തുള്ളൊരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അക്യൂസ്ഡ് ഫ്രണ്ട്ലി ആവുന്ന, അതായത് കോടതികൾ പുരുഷ കോടതികളാവുന്ന ഒരു
രീതി ഉണ്ട് എന്നുള്ളൊരു കാര്യം. അത് നമ്മൾക്ക് ഞാൻ പറയുമ്പോൾ എപ്പോഴും ഇതൊരിക്കലും എല്ലാ കോടതികളെയും നമ്മൾ പേടിക്കുകയോ അല്ലെങ്കിൽ എല്ലാ കോടതികളെയും നമ്മൾ സംശയത്തോടെ കാണുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പോഴും ഇല്ല. കാരണം നല്ലൊരു ശതമാനം ന്യായാധിപന്മാരും അപ്പോഴും നമുക്ക് ഈ നിഷ്പക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ജുഡീഷ്യസ് ആയിട്ട് പിന്നെ എല്ലാ ആൾക്കാർ അതേ ജുഡീഷ്യറിയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. നമുക്ക് ഒരു കാലത്തും അത്തരത്തിലുള്ളൊരു നിരാശ വരരുത്. അപ്പം അതും കൂടെ ഞാനിവിടെ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഈ ഷൈന പറഞ്ഞ പോലെ 15% കൺവിക്ഷൻസ് പോക്സോ കേസുകളിലുള്ളൂ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, ഞാൻ എൻ്റെ കോടതിയിൽ ഇപ്പം പറഞ്ഞു തീർക്കുന്ന കേസുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സെറ്റിൽമെൻറ്റ് പോക്സോയിൽ പാടില്ല എന്നാണ്. അപ്പോൾ അതിനവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ കുട്ടികളെ കൊണ്ടുവരും. ഇപ്പം മാതാപിതാക്കളും അല്ലെങ്കിൽ നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ, അതായത് പ്രതികൾ രക്ഷപ്പെടണമെങ്കിൽ ഈ കുട്ടികൾ അവർക്കെതിരെ നടന്ന എല്ലാ കാര്യങ്ങളും ആ വിറ്റ്നസ് ബോക്സിൽ കയറിയിട്ട് അവർക്കൊന്നും ഞങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അവർ പറയുമ്പോൾ മാത്രമാണ് ഇയാളെ അക്യൂട്ട് ചെയ്യാൻ കോടതിക്ക് കഴിയുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആലോചിക്കണം, അവിടെ ഒരു ചൈൽഡ് റൈറ്റ് വയലേഷൻ ആണ്. കാരണം കുട്ടികളെ നമ്മൾ കള്ളത്തരം പറയാനാണ് നമ്മൾ കോടതി കയറി നിൽക്കുമ്പോൾ, വിറ്റ്നസ് ബോക്സിൽ കയറി നിൽക്കുമ്പോൾ സത്യം മാത്രമേ പറയുള്ളൂ, കള്ളം പറയില്ല, ദൈവം സാക്ഷി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് തുടങ്ങാം. ആ കുട്ടിക്ക് എന്തൊരു മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത്? നേരെ തിരിച്ചു പറയുന്ന കുട്ടി നോണ പറഞ്ഞാൽ മാത്രമാണ്, അതായത് കൃത്യമായിട്ട് നടന്നിട്ടുള്ള കേസുകളിൽ കുട്ടി എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സെറ്റിൽമെൻറ്റുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് സെറ്റിൽമെൻറ്റിന് എതിരെ, അതായത് സെറ്റിൽമെൻറ്റ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളതും കൂടി നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം കൂടിയാണെന്ന് ഞാൻ പറയുന്നു. പിന്നെ ഈ റീഹാബിലിറ്റേഷനാണ് പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം. കാരണം കുട്ടികളുടെ റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പം ഒരു നമുക്കറിയാമല്ലേ, കൗൺസിലിംഗ് എന്നൊക്കെ പറയുമ്പോൾ കൗൺസിലിംഗ് റിപ്പോർട്ടുകൾ പലതും കാണാനായിട്ട് വന്നിട്ടുണ്ട്. കൗൺസിലിംഗ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഈ നടന്ന സംഭവങ്ങളുടെ റീപ്രൊഡക്ഷനാണ് കൗൺസിലിംഗ് റിപ്പോർട്ട്, അതല്ലല്ലോ കൗൺസിലിംഗ്. കുട്ടിയുടെ മെൻ്റൽ ട്രോമ എത്രയുണ്ട്, അത് കുട്ടിയുടെ മെൻ്റൽ സ്റ്റേറ്റസ് എങ്ങനെയാണ്, ഇപ്പം പഠനത്തിൽ എങ്ങനെയുണ്ട്, കുട്ടിയുടെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് എന്തുണ്ട്, ഇതൊന്നും ആയിരിക്കില്ല. പലപ്പോഴും റീപ്രൊഡക്ഷൻ ഓഫ് ദാറ്റ്, എന്താണ് ആ ഇൻസിഡൻറ്റ് ഓക്കറൻസ്, അതിൻ്റെ റീപ്രൊഡക്ഷൻ ആയിട്ടാണ് കൗൺസിലിംഗ് റിപ്പോർട്ടുകൾ. അപ്പോൾ അത് നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. റിപ്രസെൻറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ വിക്ടിം റൈറ്റ്സ് സെൻ്റർ എന്നുകൊണ്ട് കെൽസയുടെ പ്രോജക്റ്റ് ഉണ്ട്, അതിൻ്റെ ഒരു ജില്ലാ കോർഡിനേറ്ററാണ്. അപ്പം നമ്മളവിടെ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ നമ്മൾ റേസ് ചെയ്യും. ഇതേപോലെ തന്നെ ജുഡീഷ്യൽ ഓഫീസേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഇത്തരത്തിലുള്ള വീഴ്ചകൾ നമ്മൾ അതാത് സമയം റിപ്പോർട്ട് ചെയ്യുകയും ഇപ്പം ഈ അടുത്തായിട്ട് അതിനൊരു നടപടി എന്നുള്ള രീതിയിൽ നമുക്കതിന് ഒരു സ്റ്റെപ്പ്, എനിക്ക് വലിയൊരു ഹോപ്പുണ്ട്. കാരണം ഈ ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റി, അതിൻ്റെ സജഷൻസ് ഞാൻ അജികുമാർ സാറും മോഹൻഗോപാൽ സാറും പോലുള്ള പ്രഗത്ഭരിയ്ക്കുന്ന ഒരു രീതിയിലേക്ക് പറയാനുള്ള സജഷൻസ് അതാണ്. കാരണം ഒരു ജഡ്ജിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അതിൻ്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളത് നോക്കുന്നത് റീജിയണൽ ഇൻചാർജ് ആയിട്ടുള്ള ഒരു ജഡ്ജുണ്ട്. ആ ജഡ്ജിനോട് സംസാരിച്ചിട്ട് എത്ര ഡിസ്പോസൽസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര പിന്നെ കേസസ് പെൻഡിങ് ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ ഒരു ബാറിലെ അല്ലെങ്കിൽ പ്രാക്ടീസിങ് ലോയറുടെയോ അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മുടെ അതായത് ബാറുകളിലെ ആൾക്കാരുടെയോ ഒന്നും ഒരു ഫീഡ്ബാക്കും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചും കൂടി അക്കൗണ്ടബിലിറ്റിയും അവർക്ക് കൊണ്ടുവരേണ്ടത്, ട്രാൻസ്പെറൻസിയും. കാരണം നീതി നടപ്പിലാക്കിയാൽ മാത്രം പോലല്ലോ, നീതിയാണ് നടപ്പിലാക്കിയത് നമുക്ക് കൂടെ തോന്നണമല്ലോ. അപ്പോൾ കുറച്ചും കൂടി ട്രാൻസ്പെറൻ്റ് ആവേണ്ടതുണ്ട്. ഈ പറഞ്ഞു വന്ന റീഹാബിലിറ്റേഷനിൽ നമുക്ക് സെക്സ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാരണം സെക്ഷൽ അസോൾട്ട് കേസസിൽ കുട്ടികൾക്ക് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അവർ അതിൽ നിന്ന് പുറത്ത് കിടക്കുന്നില്ല. അപ്പോൾ നമ്മളത് പിന്നെ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ മൂവ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്സ് തെറാപ്പി അവൈലബിൾ ആക്കാൻ പറഞ്ഞിട്ടൊരു ഡയറക്ഷൻ ഗവൺമെൻറ്റിന് പോയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുട്ടികൾ പലപ്പോഴും ഷെൽട്ടർ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് പ്രതികൾ അതേസമയം ബെയിലൗട്ടൊക്കെ ആയി കഴിഞ്ഞാൽ അവർക്ക് നാടും വീടും ഉണ്ട്, സ്വന്തം ഇടങ്ങളൊക്കെ അപ്പോഴും ഉണ്ട്. പക്ഷെ കുട്ടികളെ നമ്മൾ ഷെൽട്ടർ മുമ്പിലേക്ക് ഒതുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇപ്പം അത് മോഡൽ ഹോം എന്ന് പറയും, തൃശ്ശൂരിലൊരു ഹോമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അപ്പം എന്താ വെച്ചാൽ നാടുകൂടെ വീട്. ഇപ്പം സാധാരണക്കാരായിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും കുട്ടികളെ പോയി കാണണമെങ്കിൽ ഒരു ദിവസത്തെ കൂലി അല്ലെങ്കിൽ ഒരു ദിവസത്തെ പണിയൊക്കെ വേണ്ടെന്ന് വെച്ച് അവർ പോയി കാണേണ്ട ഒരു അവസ്ഥയും കൂടി ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം
അതിലുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും എനിക്ക് തോന്നുന്നത് ആദ്യം ശ്രദ്ധയിൽ വരാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇപ്പം നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ അന്യ സംസ്ഥാനത്തിൽ നിന്ന് വന്നിട്ട് ഇങ്ങനത്തെ സെക്ഷൽ അസോൾട്ടുകൾ നേരിട്ട ഒരുപാട് സ്ത്രീകളും കുട്ടികളും നമ്മുടെ ഇപ്പോൾ കോടതികളിലൊക്കെ വരാറുണ്ട്. അതിലെന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റിഗേഷനിൽ തന്നെ തുടക്കത്തിൽ തന്നെ, അതായത് ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ തന്നെ പ്രതികളെ അതായത് ക്ലൂലെസ് ആണ്. നമ്മൾ സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ നമുക്ക് പിന്നെ ഡിഫൻസിന് ഐഡന്റിറ്റി ഡിസ്പ്യൂട്ട് ചെയ്യാം. അതായത് ഡിഫൻസിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും ആ വെരി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ ഉണ്ടാവുക. അപ്പം അവരെയും കൂടെ നമ്മൾ ചേർത്ത് വെച്ചിട്ട് അവരുടെയും കൂടെ കാര്യങ്ങളും കൂടെ നമ്മൾ കുറച്ചും കൂടിയൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, താങ്ക് യു.